അയ്യോ മേയർ സാറേ, നമ്മുടെ ഈ മിന്നു കുറെ നേരമായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഇയാൾ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നിരുന്നെങ്കിൽ ഈ സമയം ചന്ദ്രനിൽ ചെന്ന് എത്താമായിരുന്നു. പതുക്കെ സംസാരിക്കട്ടെ പാവം മുന്നു, ഇപ്പോൾ അവൻ ഭയങ്കര പ്രശ്നത്തിലാണ്. അയ്യോ എന്ത് പ്രശ്നമാ, അതൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെ കുറിച്ച് എനിക്കും ഒന്നും അറിയില്ല. അവൻ പറയുന്നത് എന്താണെന്ന് അറിയോ? അവന്റെ പ്രശ്നത്തെ കുറിച്ച് അവൻ കീക്കോയോട് മാത്രമേ പറയുന്ന പറഞ്ഞിരിക്കുന്നത്. കിക്കോ ഇനി ഇവിടെ എത്താൻ എത്ര സമയമാകും? അയ്യോ നിങ്ങൾക്ക് അങ്ങനെ എന്താ പ്രശ്നം? അതാദ്യം എന്നോട് പറയൂ. പിന്നെ നോക്കിക്കോ, ഞാൻ ഈ സ്പാനർ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലത്തിനെ നട്ടും ബോൾട്ടും ആയിട്ട് പീസ് ആയിട്ട് തിരിച്ചെടുക്കും. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ ആൻഡ് ടെമ്പോ അണ്ണ. സോറി, വരുന്ന വഴിക്ക് ഒരു പപ്പിയെ രക്ഷിക്കേണ്ടതായി വന്നു. അതുകൊണ്ടാ ഇവിടെ എത്താൻ ലേറ്റ് ആയി പോയത്. പ്രശ്നം എന്താ മേയർ അങ്കിൾ? കീക്കോ, പ്രശ്നമൊന്നുമില്ലെന്നേ. പപ്പിയെ രക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ. പിന്നെ പ്രശ്നം എന്റേതല്ല, മുന്നുവിന്റേതാണ്. എന്റെ പേര് മുന്നു എന്നാണ്. അത് കൊള്ളാലോ. അപ്പൊ അതാണോ നിങ്ങളുടെ പ്രശ്നം? അതൊരു ഒറ്റ മിനിറ്റിൽ ഞാൻ മാറ്റി തന്നേക്കാന്നേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പേരങ്ങ് മാറ്റിയേക്ക്. പേരെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാനൊരു മാമ്പഴം കഴിച്ചോട്ടെ. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര വിശപ്പാ. അല്ല, എന്റെ പ്രശ്നം എന്റെ പേരല്ല. എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫൂട്ടേജ് എല്ലാം എന്റെ വീട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന CCTV ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. അവരെല്ലാരും ഒരേ സമയത്ത് ഒന്നിച്ച് നിങ്ങളെ ആക്രമിച്ചു അല്ലേ? ഇതിനെ ഒരു വാക്കിൽ പറയണമെങ്കിൽ അൺഫെയർ. പക്ഷേ മുന്നു അങ്കിൾ, നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? എന്താണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? കിക്കോ, അതൊന്നും സാധാരണ കാര്യമല്ല. അതൊരു സ്മാർട്ട് ബാൻഡ് ആണ്. ആ സ്മാർട്ട് ബാൻഡ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരെ ഈ ലോകത്ത് ആർക്കും തോൽപ്പിക്കാനാവില്ല. എന്റെ അച്ഛൻ വളരെ വലിയൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ സ്മാർട്ട് ബാൻഡ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയ്ക്ക് പവർഫുൾ ആയ സ്മാർട്ട് ബാൻഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയത്? കൂംകാർ സിംഗ്, അവനൊരു വലിയ ഗ്യാങ് തന്നെയുണ്ട്. അവൻ ഈ സ്മാർട്ട് ബാൻഡ് യൂസ് ചെയ്ത് ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ ശ്രമിക്കുകയാണ്. കിക്കോ, അതിനാണ് ഞാൻ നിന്റെ സഹായം തേടി വന്നത്. പ്ലീസ്, എന്റെ അച്ഛൻ ഉണ്ടാക്കിയ ആ സ്മാർട്ട് ബാൻഡ് കൂംകാറിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി എനിക്ക് തന്നേക്ക് പ്ലീസ്. ഓക്കെ അങ്കിൾ, നിങ്ങൾ കരയണ്ട, ഞാൻ തീർച്ചയായിട്ടും സഹായിക്കാം. കറക്റ്റ്. കാരണം ഇതൊരു ബാൻഡ് അടിച്ചു മാറ്റുന്നത് വളരെ വലിയ തെറ്റാണ്. കീക്കോ ഇപ്പൊ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് 4 വാക്കിൽ പറയണമെങ്കിൽ ഫൈറ്റ് ഫോർ ദ റൈറ്റ്. യെസ്, വെരി വെരി റൈറ്റ്. കീക്കോ ചെയ്യും റൈറ്റിന് വേണ്ടി ഫൈറ്റ്. ഞാനൊരല്പം റൈറ്റ് ഹാൻഡിൽ കഴിച്ചോട്ടെ. പക്ഷെ അങ്കിൾ, ആ സ്മാർട്ട് ബാൻഡ് ഇപ്പൊ എവിടെയാണുള്ളത്? അതെവിടെയുണ്ടെന്ന് എനിക്കറിയാം. നീ എന്റെ ഒപ്പം വന്നേക്ക്. ശരി, വാ, നമുക്ക് എന്റെ കാറിൽ തന്നെ പോയേക്കാം. കാരണം കൂംകാർ സിംഗ് ആ സ്മാർട്ട് ബാൻഡ് എടുത്ത് ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണോ കാര്യം? എങ്കിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് ഉടനെ ചെന്നെത്താം. അതിനുവേണ്ടി ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 173. ഓക്കെ കീക്കോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്ന് ആകാശത്തോട് പറക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ദേ അങ്ങോട്ട് നോക്കി കിക്കോ, കൂംകാർ സിംഗിന്റെ പേഴ്സണൽ ട്രെയിൻ ആണത്. ഞാൻ ഉറപ്പായിട്ട് പറയാ, ആ സ്മാർട്ട് ബാൻഡ് ആ കോച്ചിനകത്ത് തന്നെ ഉണ്ടാവും. സൂപ്പർ സ്പീഡോ, വേഗം താഴേക്ക് ചെല്ല്, എനിക്ക് ട്രെയിനിനകത്തേക്ക് പോകണം. ഓക്കെ ഡ്യൂഡ്, വി വിൽ ഫ്ലൈ ലോ. ഹിയർ വി ഗോ. ഷടാ, ഇവർ ഗണ്ണും ബുള്ളറ്റും വെച്ചാണല്ലോ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 37. യെസ് ബ്രോ, ഫോർമുല 37 ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓരോ ബുള്ളറ്റിന് പകരം 10 ബുള്ളറ്റ് ആയിട്ട് തന്നേക്കാം.
ഇനി ഈ ട്രെയിൻ ഒരു സ്ഥലത്തും നിൽക്കില്ല. നിങ്ങളിപ്പോ അവിടെ ചെന്നിപ്പോ എന്താണ് ചെയ്തത്? ഓംകാർ സിംഗ് വളരെ മോശമായ പാർട്ടിയാണ്. അവന്റെ ഗോഡൌണിൽ മൊത്തം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ ട്രെയിൻ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ ഗോഡൌണിലേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ ആ ട്രെയിനിന്റെ ഓട്ടോ മോഡിൽ ഫുൾ സ്പീഡ് ഇട്ട് വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ട്രെയിൻ നേരെ ഗോഡൌണിൽ കയറി എല്ലാ സാധനങ്ങളും നശിപ്പിക്കും. പിന്നീട് അവൻ ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. സോറി ഗുംകാർ സിംഗ്, നീ ഈ സ്മാർട്ട് ബാൻഡ് അടിച്ചു മാറ്റിയത് വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ശരിക്കുള്ള ഓണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാ. പറയുന്നത് കേൾക്ക്. ദാ മുന്നു അങ്കിൾ, നിങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയ സ്മാർട്ട് ബാൻഡ്. ഷെടാ, ഈ ട്രെയിൻ ആ ബിൽഡിംഗിൽ ഇടിച്ചാൽ വലിയ പ്രശ്നമാവുമല്ലോ. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഞാൻ ഈ സ്മാർട്ട് ബാൻഡ് ഉപയോഗിച്ച് എല്ലാവരെയും ഒരു വഴിയാക്കും. ധൂം ദടാക് ബാങ്. ഈ സ്മാർട്ട് ബാൻഡ് കിക്കോയെയും സൂപ്പർ സ്പീഡേയും ഒരു വഴിയാക്കും. കണ്ടോളൂ. ധൂം ധാം ബാങ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം അത് തന്നെയാടാ എന്റെ പ്ലാൻ. മരമണ്ട. കിക്കോ, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞ് നിന്നെ പറ്റിച്ചതാടാ. അതായത് ഈ സ്മാർട്ട് ബാൻഡ് എന്റെ സ്വന്തമാണെന്നാ പറഞ്ഞ്. അതുകൊണ്ട് നീ അതെന്നെ അടിച്ചു മാറ്റാൻ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ശരിക്കും പറഞ്ഞ ഈ കഥയുടെ വില്ലൻ ഓംകാർ സിംഗ് അല്ലായിരുന്നടാ, ഞാൻ തന്നെയാണ്. കീക്കോ, ഈ മുന്നു പ്ലാൻ ചെയ്ത് നമ്മളെ ശരിക്കും പറ്റിച്ചിരിക്കുകയാണ്. കീക്കോ, ഈ ട്രെയിനിന്റെ കൂടെ നമ്മളും ചെന്ന ബിൽഡിംഗിൽ ഇടിക്കുമെന്നാണ് തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, താഴേക്ക് എടുത്ത് ചാടി രക്ഷപ്പെട്ടോളൂ. വേണ്ട സൂപ്പർ സ്പീഡോ, പ്രശ്നത്തിൽ കൂട്ടുകാരനെ തനിച്ചാക്കുന്നത് റോങ് ആണ്. ഒരു കാര്യം ചെയ്യ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കെ. അങ്ങനെയാവുമ്പോ എഞ്ചിന്റെ സ്പീഡ് കുറയാൻ തുടങ്ങും. ഓക്കെ ഡൂഡ്, പക്ഷെ എന്റെ സിസ്റ്റം ഡാമേജ് ആയത് കാരണം എനിക്ക് അത്രയ്ക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. വിഷമിക്കേണ്ട, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യ് സൂപ്പർ സ്പീഡോ. എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കാം. എന്ന് വെച്ചാലാ മുന്നു, നമുക്കൊക്കെ ഒരു ഡമ്മി വീഡിയോ കാണിച്ച് നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ച് പറ്റിച്ചു കളഞ്ഞു അല്ലേ? ഒരു കാര്യം അറിയോ, എന്നെ ഇതുപോലെ ഒരുത്തൻ പണ്ടൊരിക്കൽ മണ്ടനാക്കാൻ നോക്കിയപ്പോൾ ഞാൻ അവനെ ഇടിച്ചിടിച്ച് ചോറിലിട്ട് ചമ്മന്തിയാക്കി കുഴച്ചങ്ങ് തിന്നു. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വന്ന് വീഴട്ടെ. മേയർ അങ്കിൾ,
കുറഞ്ഞ പക്ഷം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഇപ്പൊ ഈ പച്ച ഉരുളക്കിഴങ്ങ് ഞാൻ എങ്ങനെ കഴിക്കുന്നത്? അയ്യോ, ഈ മേയറിന്റെ കള്ളക്കഥകളൊക്കെ എപ്പോ അവസാനിക്കുന്ന അറിയത്തില്ല. ആ സ്മാർട്ട് ബാൻഡിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഹൂങ്കാർ അങ്കിളിന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. എന്നിട്ട് അദ്ദേഹത്തോട് എനിക്ക് സോറിയും പറയണം. അത്ര വേഗത്തിലൂടെ ട്രെയിനിനെ തോൽപ്പിക്കുന്നത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. അതിന് നമ്മൾ ജെറ്റ് സ്പീഡിൽ പോയെങ്കിലേ പറ്റൂ. കാലക്കി സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ പറഞ്ഞത്. ഞാനൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. സാറ് പറഞ്ഞതിന്റെ അർത്ഥം കൂംകാർ സിംഗിനെ കാണാനായിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തന്നെ കിക്കോയിനെ തേടി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ദേ അങ്ങോട്ട് നോക്കിയേ. കീക്കോ, നീ എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ആ സ്മാർട്ട് ബാൻഡ് ഉണ്ടല്ലോ, അത് മുന്നയുടെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ച് ചേർന്ന് ഉണ്ടാക്കിയതാണ്. അവര് രണ്ടുപേരും സയന്റിസ്റ്റുകളായിരുന്നു. എന്റെ അച്ഛൻ ആ ബാൻഡ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യണമെന്ന് കരുതി. പക്ഷെ മുന്നുവിന്റെ അച്ഛനോ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്റെ അച്ഛൻ എന്നേക്കുമായ ആ സ്മാർട്ട് ബാൻഡ് അയാളുടെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ അയാളുടെ മകനാണ് മുന്നു അല്ലേ? ആ സ്മാർട്ട് ബാൻഡ് ഉപയോഗിച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പണമുണ്ടാക്കാൻ നോക്കിയാണല്ലേ? കറക്റ്റ്. മുന്നു എന്നെ ഇതുപോലെ പല പ്രാവശ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ആ സ്മാർട്ട് ബാൻഡ് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാൻ ആ സ്മാർട്ട് ബാൻഡ് ഉപയോഗിച്ച് തോൽപ്പിച്ച് അവനെ പറഞ്ഞയച്ചു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ആ ബാൻഡ് ഉപയോഗിച്ച് കീക്ക് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ സ്മാർട്ട് ബാൻഡ് എന്റെ സഹായത്തോടെ മുന്നുന്റെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുക. അതുകൊണ്ട് അവൻ പ്രതികാരം ചെയ്യാൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും. എന്റെ ദൈവമേ, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ ഭയങ്കര ടെൻഷൻ ആവുന്നു. എന്ത് ചെയ്യാനാ? അതെ കീക്കു, ഇപ്പൊ മുന്നു തീർച്ചയായിട്ടും എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഐ എം റിയലി സോറി ഗുംകാർ അങ്കിൾ. ഞാൻ ചെയ്ത തെറ്റു കാരണം വലിയ പ്രശ്നമുണ്ടായിരിക്കുക. ഇറ്റ്സ് ഓക്കേ കീക്കു. മുന്നുവിനെ കുറിച്ച് ശരിക്കുള്ള കാര്യങ്ങൾ നിനക്ക് അറിയില്ലല്ലോ. ആ മുന്നു ഭയങ്കര ക്രിമിനൽ മൈൻഡഡ് ആണ്. അവനെ ഡീൽ ചെയ്യാൻ എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ കഴിയില്ല. കീക്കോയ്ക്കും സൂപ്പർ സ്പീഡോയ്ക്കും അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി, ഞങ്ങൾ ആ മുന്നുവിന്റെ കയ്യിൽ നിന്നും സ്മാർട്ട് ബാൻഡ് തട്ടിപ്പറിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. കറക്റ്റ്. മുന്നു നമ്മളെ ഉപയോഗിച്ച് തെറ്റായ കാര്യം ചെയ്തിരിക്കുക. ഇപ്പൊ സ്മാർട്ട് ബാൻഡ് തിരികെ വാങ്ങി നമ്മൾ റൈറ്റ് ആയ കാര്യം ചെയ്യണം. ഇപ്പൊ നമ്മൾ ആ മുന്നുവിന് വേണ്ടി കൂംകാർ അങ്കിളിന്റെ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഈ സ്മാർട്ട് ബാൻഡ് കൊണ്ട് ആ ഹൂങ്കാർ സിംഗിനെ ഞാൻ ഒരു വഴിയാക്കാതെ വിടില്ല. ധൂം ധടാ ബാങ്. സ്മാർട്ട് ബാൻഡ് കൊണ്ട് ഞാൻ ആ കൂങ്കാർ സിംഗിനെ ഒരു വഴിയാക്കും. ധൂം ധടാ ബാങ്. ഓ, കൂങ്കാർ സിംഗിനെ രക്ഷിക്കാനായിട്ട് കിക്കോയും സൂപ്പർ സ്പീഡോയും എത്തിയിരിക്കുകയാണല്ലേ? മുന്നു, നീ ഞങ്ങളോട് കള്ളം പറഞ്ഞാണ് സ്മാർട്ട് ബാൻഡ് തട്ടിയെടുത്തത്. അത് റോങ് ആണ്. ആ ബാൻഡ് തിരിച്ചു കൊടുത്തിട്ട് റോങ് റൈറ്റ് ആക്കി മാറ്റ്. മുന്നു റൈറ്റ് ആയ കാര്യങ്ങൾ ചെയ്യാനോ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നിന്റെ വാണിംഗ് എല്ലാം തീർന്നോ കിക്കോ? ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക്. നിനക്കും സൂപ്പർ സ്പീഡോനും ജീവനോടെ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോ. എന്റെ ശത്രു കൂങ്കാർ സിംഗ് മാത്രമാണ്. ഈ സ്മാർട്ട് ബാൻഡിന്റെ പവർ വെച്ചാണ് ആ കൂങ്കാർ സിംഗ് എന്നെ ഇതുവരെ തോൽപ്പിച്ചത്. എന്നാൽ ഇപ്പോ ഞാൻ തിരിച്ചടി കൊടുക്കാൻ പോവാണ്. സ്മാർട്ട് ബാൻഡ് വെച്ച് എല്ലാവരും ഞാൻ ഒരു വഴി ആക്കും. ധൂം ധടാ ബാങ്. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 269. വൈ നോട്ട് ബ്രോ, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഈ സ്മാർട്ട് ബാൻഡ് എന്റെ കയ്യിൽ ഉള്ളത് വരെ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. എടാ സൂപ്പർ സ്പീഡോ, നിന്നെ തോൽപ്പിക്കാൻ എന്റെ ഈ സൂപ്പർ ബൈക്ക് മാത്രം മതി. അത് ഓട്ടോ മോഡിൽ ഓടിക്കൊണ്ട് തന്നെ നിന്നെ അറ്റാക്ക് ചെയ്യും.
സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 275. കീക്കോ എന്തെങ്കിലും ചെയ്യൂ, ഇല്ലെങ്കിൽ ഈ ബൈക്ക് എന്നെ പീസ് പീസാക്കി മാറ്റും. കിക്കോ, ആദ്യം നീ സ്വയം രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. എന്നിട്ട് നീ സൂപ്പർ സ്പീഡോടെ കൂടെ ചേർന്ന് ഫോർമുല കളിക്ക്. എല്ലാവരും ഒന്നിച്ച് അറ്റാക്ക് ചെയ്യേ. സ്മാർട്ട് ബാൻഡ് ഉപയോഗിച്ച് എല്ലാവരും ഞാൻ ഒരു വഴിയാക്കും. ധൂം ഡടാ ബാങ്. കീക്കോ, എനിക്ക് തോന്നുന്നത് ആ സ്മാർട്ട് ബാൻഡ് മുന്നയുടെ കയ്യിൽ ഉള്ളതുവരെ നമുക്കാർക്കും അവനെ തോൽപ്പിക്കാനാവില്ല. കാരണം ആ സ്മാർട്ട് ബാൻഡിന് ഒരു വീക്ക് പോയിന്റും ഇല്ല. ലോകത്തുള്ള ഏതൊരു സാധനം എത്ര സ്ട്രോങ് ആണെങ്കിലും ശരി, തീർച്ചയായും അതിനൊരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ ബാൻഡിനും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും. ഹോംകാർ അങ്കിൾ ഒരു കാര്യം ചെയ്യൂ. ഓക്കെ കീക്കോ, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. നിനക്ക് ശരിക്കും ചാൻസ് കിട്ടുന്ന സമയത്ത് നിന്റെ സ്പെഷ്യൽ കിക്ക് അങ്ങ് യൂസ് ചെയ്തേക്ക്. കൊച്ചു കുട്ടിയോടാണോടാ പരാക്രമം കാണിക്കുന്നത്. മുന്നും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഏറ്റുമുട്ടി ജയിച്ച് കാണിക്കേ. കാലക്കി, ഇതിനു വേണ്ടി തന്നെയാ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത്. ഞാനും രണ്ടുപേരും മാത്രം നേരിട്ട് ഏറ്റുമുട്ടാന്നേ. ഓക്കെ കീക്കോ, അല്ലെങ്കിൽ തന്നെ ഞാനിന്ന് ആകാശത്തോട് പറക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇല്ല സൂപ്പർ സ്പീഡോ, നമ്മൾ രണ്ടാളും ഇവിടെ ഉള്ളതുവരെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. സൂപ്പർ സ്പീഡോ, ഞാൻ സിഗ്നൽ തന്ന ഉടൻ ഫോർമുല നമ്പർ 22 അപ്ലൈ ചെയ്യേ. ഓക്കെ ഓക്കെ ബ്രോ. എന്റെ സ്മാർട്ട് ബാൻഡ്, പിന്നെ എന്റെ സൂപ്പർ ബൈക്ക്. കോളിംഗ് ബെൽ എടുക്കാതെ അകത്ത് കയറി എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയവനെ ഞാൻ വെറുതെ വിടില്ല. എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. മുന്നു പറഞ്ഞ കാര്യം വിശ്വസിച്ച് ഞാനൊരു തെറ്റ് ചെയ്തു. ഇതിലൂടെ ഞാൻ ഒരു കാര്യം പഠിച്ചിരിക്കുക. അന്യരായ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ പഠിച്ചു. ആരെന്തു പറഞ്ഞാലും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അത് ശരിയാണ് കീക്കോ. പക്ഷെ നീ ചെയ്ത തെറ്റ് നീ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ആ തെറ്റ് നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ തെറ്റെന്ന് പറയാൻ അവിടെ ഒരു കാര്യവും ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച് കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും സഹായത്തോടെ ഈ സ്മാർട്ട് ബാൻഡ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് മുന്നു ഒരുപാട് തെറ്റുകൾ ചെയ്തേനെ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇനിയെങ്കിലും ഈ സ്മാർട്ട് ബാൻഡ് വളരെ സുരക്ഷിതമായി വെച്ചേക്കണം. കാരണം ഇത് വളരെ പവർഫുൾ ആയ സാധനമാണ്. ഇനിയും ഇത് തെറ്റായ കൈകളിൽ ചെന്ന് പെടാൻ പാടില്ല. ആ